പിന്നെ ഇന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് കഴുകി വൃത്തിയാക്കി ചിക്കൻ ആദ്യം എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി ഇടുക, 1 സ്പൂൺ കുരുമുളക് പൊടി ഇടുക. അതിനുശേഷം കുറച്ച് കോൺഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മൈദയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. 1 സ്പൂണോളം ടൊമാറ്റോ സോസ് അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അത് നമുക്കതിലേക്ക് മാറ്റി വയ്ക്കാം, മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ക്യാപ്സിക്കം, സവാള എന്നിവ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ഫ്രൈങ് പാൻ ചൂടാവാൻ വയ്ക്കാം. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. വീണ്ടും ഒരു പാൻ നമുക്കത് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി കൊത്തി അരിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. ഒരുപാട് അത് മൂക്കണ്ട. അപ്പോഴേക്കും നമുക്കതിലേക്ക് പച്ചമുളക് അരിഞ്ഞത്, സവാള, പിന്നെ ക്യാപ്സിക്കം, ഇത് രണ്ടും അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമുക്കിത് വഴറ്റിയെടുക്കണ്ട, ഒരു പാതി വഴണ്ടാൽ മാത്രം മതി. അത് ഒരു പാതി വേവാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ടൊമാറ്റോ സോസ് അതിലേക്ക് ആഡ് ചെയ്യുക. ലേശം ഒരു ഉപ്പ്, നമ്മൾ ആൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ സോസിലൊക്കെ ഒരു ഉപ്പ് രസം ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതിനുശേഷം സോയാ സോസ് നമുക്ക് ആഡ് ചെയ്യാം. 1 സ്പൂണോളം കുരുമുളക് പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കോൺഫ്ലോറിൻ്റെ പൊടിയാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് കലക്കി അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക.